ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 8ാമത്തെയും 9ാമത്തെയും ചാപ്റ്റേഴ്സ് ആണ് നോക്കുന്നത്. 8ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് തിങ്കളും താരങ്ങളും, 9ാമത്തത് ചേർക്കാം പിരിക്കാം. ഈ ഒരു തിങ്കളും താരങ്ങളും എന്നുള്ള ചാപ്റ്റർ നമ്മുടെ ഫിസിക്സിൽ വരുന്നൊരു ഭാഗമാണ്. അതുപോലെ കെമിസ്ട്രിയിൽ വരുന്നൊരു ഭാഗമാണ് ചേർക്കാം പിരിക്കാം. നമുക്ക് ആദ്യം തിങ്കളും താരങ്ങളും എന്നുള്ള ചാപ്റ്റർ നോക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. 8ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് തിങ്കളും താരങ്ങളും. ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കൊടുത്തൊരു പോയിന്റാണ് ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. അപ്പോൾ ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത്. അടുത്ത ഹെഡിങ് ആണ് ഉദയവും അസ്തമയവും. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നാം കാണുന്നത്. പിറ്റേന്ന് രാവിലെ വീണ്ടും കിഴക്കുതിക്കുന്നു. പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ എങ്ങനെയാണ് വീണ്ടും കിഴക്കുതിക്കുന്നത്? ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. അപ്പം ഭൂമി സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം, നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ്, സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്ത് വെളിച്ചമായിരിക്കില്ലേ, സൂര്യപ്രകാശം ഏൽക്കാത്ത ഭാഗത്ത് ഇരുട്ടുമായിരിക്കും. ആ ഒരു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും അതുപോലെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്ത ടൈമിലായിരിക്കും ഉദയവും അസ്തമയവും ഒക്കെ. ഈ ഒരു പ്രതിഭാസത്തിന് കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണമാണ്. അടുത്ത ഹെഡിങ് ആണ് അമ്പിളിയുടെ ആകാശപാത. നമുക്കറിയാം ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് അല്ലേ ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയെ എപ്പോഴും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണ്, നമ്മൾ സൂര്യാസ്തമയ സമയത്ത് വ്യത്യസ്ത സ്ഥാനങ്ങളിലായിട്ടാണ് നമ്മൾ ചന്ദ്രനെ കാണുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. 27/3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ 27.3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ എന്താണ്, സൂര്യാസ്തമയ വേളയിൽ എന്താണ്, ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നത് എന്തുകൊണ്ടാണ്? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 27.3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. അടുത്ത ഹെഡിങ് ആണ് അമ്പിളിക്കലയുടെ പൊരുൾ. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ഓരോ സ്ഥാനം മാറുന്നതിനോടൊപ്പം തന്നെ എന്താണ്, ചന്ദ്രന്റെ ആകൃതിയിലും മാറ്റം വരുന്നുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. അടുത്തത് ചന്ദ്രന്റെ വൃദ്ധിക്ഷയത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് വൃദ്ധിക്ഷയം? പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. അതുപോലെ പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ എന്താണ്, ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. അപ്പോൾ വൃദ്ധി എന്ന് പറയുന്നത് എന്താണ്, പ്രകാശിത ഭാഗം കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ്. നമ്മൾ കൂടുതൽ വട്ടത്തിൽ ചന്ദ്രനെ കാണുന്നത് എന്താണ്, വൃദ്ധിയിലാണ്. അതായത് അമാവാസിയിൽ പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് വൃദ്ധി എന്ന് പറഞ്ഞാൽ. എന്നാൽ എന്താണ്, പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. ചന്ദ്രൻ 21/3 ദിവസം എടുത്താണല്ലോ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്. അതേസമയം എടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. അപ്പോൾ ചന്ദ്രൻ 27.3 ദിവസം എടുത്താണ് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്. എന്നാൽ അതേ സമയം എടുത്ത് തന്നെയാണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. അടുത്തതായിട്ടൊരു ബോക്സ് കൊടുത്തതാണ് എത്ര നക്ഷത്രങ്ങൾ. നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് നിരീക്ഷിച്ചാൽ ഒരേ സമയം ഏകദേശം 3000 നക്ഷത്രങ്ങൾ കാണാം. ഭൂമിയുടെ ഭ്രമണം മൂലം നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒരു രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ ഏതാണ്ട് 6000 നക്ഷത്രങ്ങൾ കാണാനാകും. ഒരു ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാം. അനേകം കോടി നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്.
അപ്പോൾ നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് നിരീക്ഷിച്ചാൽ ഒരേ സമയം ഏകദേശം 3000 നക്ഷത്രങ്ങളെ കാണാം. അതുപോലെ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്. അതിനാൽ ഒരു രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ ഏതാണ്ട് 6000 നക്ഷത്രങ്ങൾ കാണാനാകും. എന്നാൽ ഒരു ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാം. അപ്പോൾ അനേകം കോടി നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അടുത്ത ഹെഡിങ് ആണ് നക്ഷത്രങ്ങളുടെ ആകൃതി. ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത്. അപ്പോൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ എന്താണ്? നിരന്തരമായ ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത്. അടുത്ത ഹെഡിങ് നക്ഷത്രങ്ങളുടെ വലിപ്പം. 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ. 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാണ്. സൂര്യൻ ഇത്ര വലുതോ? സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളുണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. തിരുവാതിര നക്ഷത്രത്തിനെ അതുപോലെ സൂര്യൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ, സൂര്യനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമാണ് തിരുവാതിര നക്ഷത്രത്തിനെന്ന്. പോലെ സൂര്യനേക്കാൾ വലിപ്പമുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ എന്താണ് ഈ ഒരു പ്രപഞ്ചത്തിലുണ്ട്. അടുത്തതായിട്ട് അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് അതേ സെക്കൻഡിൽ കേൾക്കാനാവും. എന്നാൽ നാം കാണുന്ന നക്ഷത്രങ്ങളിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആൽഫ സെന്റോറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം ഭൂമിയിലെത്താൻ 4 വർഷത്തിലധികം വേണ്ടിവരും. അപ്പോൾ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് ആൽഫ സെന്റോറി. ഈ ഒരു നക്ഷത്രത്തിൽ നമ്മുടെ ഭൂമിയിലേക്ക് ഫോൺ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഭൂമിയിലേക്ക് ആ ഒരു ശബ്ദം എത്താൻ 4 വർഷത്തിലധികം വേണ്ടി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ നക്ഷത്രത്തെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 5ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. പണ്ട് മരുഭൂമികളിലൂടെ കടലിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്ര ഗണമാണിത്. വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ കാണാം. ഇതിൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര. അപ്പോൾ തിരുവാതിര നക്ഷത്രം എന്താണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷമാണ് വേട്ടക്കാരൻ നക്ഷത്രഗണത്തെ കാണുന്നത്. ഇതിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണിത് തിരുവാതിര. അപ്പോൾ ഈ ഒരു വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ നക്ഷത്രഗണം പണ്ട് മരുഭൂമികളിലൂടെയും കടലിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ആളുകളെ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്നൊരു നക്ഷത്രഗണമാണ്. വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ ഒരു വേട്ടക്കാരൻ നക്ഷത്രഗണത്തെ കാണുന്നത്. അടുത്തൊരു നക്ഷത്രഗണമാണ് കാശ്യപി. കാശ്യപി എന്നാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാശ്യപിയെ കാണാം. അപ്പം എന്താണ് കാശ്യപി? ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്താണ് ഈ ഒരു നക്ഷത്രഗണത്തെ കാണുന്നത്, കാശ്യപിയെ കാണുന്നത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ. ഇനി മലയാള മാസങ്ങളും താരഗണങ്ങളും. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ളൊരു കൂട്ടം നക്ഷത്രമാണ് ചിത്രത്തിൽ കാണുന്നത്. ഇവയെ ക്രമമായി യോജിപ്പിക്കുമ്പോൾ എന്ത് രൂപമാണ് ലഭിച്ചത്? ആകാശത്തെ ഈ കൂറ്റൻ തേൾ രൂപമാണ് വൃശ്ചികം എന്ന് പറയുന്നത്. വൃശ്ചികം എന്നത് ഒരു മലയാള മാസത്തിൻ്റെ പേര് കൂടിയാണ്. ഇതുപോലെ 12 മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്ര കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതുപോലെ 12 മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്രക്കൂട്ടങ്ങൾ ആകാശത്ത് ഉണ്ടെന്നാണ് നമ്മുടെ സങ്കല്പം അല്ലേ. അപ്പോൾ വൃശ്ചികം എന്താണ്? വൃശ്ചികം ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ളൊരു കൂട്ടം നക്ഷത്രങ്ങളാണ് വൃശ്ചികം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് നോക്കാം. എന്തൊക്കെയാണ്? സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി തോന്നുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണെന്ന് പഠിച്ചു അതിലെ. പിന്നെന്താണ്? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് മൂലമാണ് ഓരോ ദിവസവും നാം ചന്ദ്രനെ കാണുന്ന സ്ഥാനം മാറി മാറി വരുന്നതെന്ന് പഠിച്ചു. പിന്നെന്താണ്? വൃദ്ധിക്ഷയം എന്നുള്ള ഒരു വേർഡ് നമ്മൾ പഠിച്ചു അല്ലേ. ചന്ദ്രന് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ചന്ദ്രൻ്റെ ഓരോ മുഖം മാത്രം ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ
നോക്കി. പിന്നെന്താണ് ഓരോ മാസങ്ങളിലൊക്കെ കാണുന്ന പ്രത്യേകമായിട്ടുള്ള ഓരോ നക്ഷത്ര കൂട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. 9ാമത്തെ ചാപ്റ്റർ, ചേർക്കാം പിരിക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് തന്മാത്ര എന്നുള്ള ടേമാണ്. തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ്. അപ്പം എന്താണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ? ഒരു പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണെന്ത്? തന്മാത്ര. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലുമുള്ള പദാർത്ഥങ്ങൾക്ക് തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഒരു ഹെഡിങ് കൊടുത്തിട്ടുള്ളതാണ് ശുദ്ധ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസസ്. കൽക്കണ്ടത്തിൽ അതിൻ്റെ തന്മാത്രകൾ മാത്രമല്ലേ ഉള്ളത്. ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നു. അപ്പോൾ ഒരു പദാർത്ഥത്തിൽ ഒരേ തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ അതിനെ ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നു. ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ്. ഇനി കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. ശുദ്ധ പദാർത്ഥങ്ങൾ കൂടുതൽ ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ് നോക്കാം. കറിയുപ്പ്, അലൂമിനിയം, ഗ്ലിസറിൻ, അപ്പക്കാരം, കോപ്പർ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഓക്സിജൻ, വെള്ളി, തുരിശ്. അപ്പോൾ എന്താണ് ശുദ്ധപദാർത്ഥങ്ങൾ? ഒരു പദാർത്ഥത്തിൽ ഒരേ തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ അതിനെ ശുദ്ധ പദാർത്ഥം എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഇനിയുള്ള കൊടുത്തിട്ടുള്ളതൊക്കെ ശുദ്ധപദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ നോട്ട് ചെയ്യണേ. കറിയുപ്പ്, അലൂമിനിയം, അതുപോലെ ഗ്ലിസറിൻ, അപ്പക്കാരം, കോപ്പർ അല്ലെങ്കിൽ ചെമ്പ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഓക്സിജൻ, വെള്ളി, തുരിശ്. ഇനി എന്താണ് മിശ്രിതം നോക്കാം, അല്ലെങ്കിൽ മിക്സ്ചർ. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം എന്ന് പറയുന്നു. അപ്പോൾ ഒരേ തരം തന്മാത്രകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം എന്ന് പറയാം. അപ്പോൾ കുറച്ച് പദാർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിലടങ്ങിയിട്ടുള്ള തന്മാത്രകളുമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. പഞ്ചസാര ലായനി. പഞ്ചസാര ലായനിയിൽ അടങ്ങിയ തന്മാത്രകൾ പഞ്ചസാരയും ജലവും ആണ് അല്ലേ. ഇനി സോഡയിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ആണ് സോഡയിൽ അടങ്ങിയിട്ടുള്ള തന്മാത്രകൾ. ഇനി ഓക്സിജൻ എന്താ? ഓക്സിജനിൽ ഓക്സിജനാണ്. ഓക്സിജൻ നമ്മൾ പറഞ്ഞു ഒരു ശുദ്ധ പദാർത്ഥമാണ് അല്ലേ. ഇനി വായുവിൽ നൈട്രജൻ, ഓക്സിജൻ, ജലകണങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെയാണ് വായുവിൽ അടങ്ങിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ജലകണങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്. മെർക്കുറി അല്ലെങ്കിൽ രസത്തിൽ മെർക്കുറി തന്നെയാണ്. പിന്നെ ഇരുമ്പിൽ എന്താണ്? ഇരുമ്പ് തന്നെയാണുള്ളത്. പിന്നെ അതുപോലെ കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശിൽ കോപ്പർ സൾഫേറ്റ്. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇത്. പിന്നെ ശുദ്ധ പദാർത്ഥങ്ങളിൽ ഏതൊക്കെയാണ് പെടില്ലേ? കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശ്. അപ്പോൾ ഇവിടെ കൊടുത്തതിൽ എന്താണ്? ഓക്സിജൻ, അതുപോലെ എന്താണ്? മെർക്കുറി, ഇരുമ്പ്, കോപ്പർ സൾഫേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു ശുദ്ധ പദാർത്ഥങ്ങളാണ് അല്ലേ. അതിൽ ഒരേ തരം തന്മാത്രകളാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥത്തിനാണെന്ത്? മിശ്രിതം എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാര ലായനിയും സോഡ, അതുപോലെ വായു, ഇതൊക്കെ എന്താണ്? മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലേ. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകളിൽ കാണപ്പെടുന്നുണ്ട്. പഞ്ചസാരയിൽ പഞ്ചസാരയും ജലവും, സോഡയിൽ ജലം, കാർബൺ ഡൈ ഓക്സൈഡും, വായുവിൽ നൈട്രജൻ, ഓക്സിജൻ, ജലകണങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടേംസ് ആണ് ഏകാത്മക മിശ്രിതവും അതുപോലെ ഭിന്നാത്മക മിശ്രിതം. എന്താണ് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചർ? ഒരു മിശ്രിതത്തിൽ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെയാണ് ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിശ്രിതത്തിൽ എന്താണ്? ഒരു മിക്സ്ചറിൽ എന്താണ്? എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിലാണ് അത്തരം മിശ്രിതത്തെ ഹോമോജീനിയസ് മിക്സ്ചർ അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ഒരു ചോക്കുപടി കലത്തിൽ ലായനി നിരീക്ഷിച്ചാൽ എന്താ നമുക്ക് മനസ്സിലാക്കുന്നത്? ചോക്കുകണികൾ എല്ലാ ഭാഗത്തും ഒരേ അളവിലല്ലേ കാണപ്പെടുന്നത്. അടിയിലായിട്ട് കൂടുതൽ അടിഞ്ഞുകൂടി കാണപ്പെടുന്നുണ്ട് അല്ലേ, മുകളിൽ കുറവൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ എന്താണ്? അതൊരു ഏകാത്മിക മിശ്രിതമല്ല എന്ന് പറയാം നമുക്ക്. എന്നാൽ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സംഭാരം എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു സംഭാരത്തിൽ എന്താണ്? കുറച്ച് താഴെ അടിഞ്ഞു കൂടിയും അല്ലാതെ മുകളിൽ ഇല്ലാതെ അങ്ങനെയൊന്നും ഇല്ലല്ലേ. എല്ലാ ഭാഗത്തും ഒരുപോലെയാണ്, അതിലുള്ള എല്ലാ ഭാഗവും ഒരുപോലെയാണ്. അപ്പം അങ്ങനെയുള്ള മിശ്രിതത്താണ് ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ഏകാത്മക മിശ്രിതം ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു.
ഇനി ഭിന്നാത്മക മിശ്രിതമാണ് എന്ത്, ചുവക്കുപൊടിയൊക്കെ കലക്കി നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എന്താണ്, താഴെ കുറച്ച് അടിഞ്ഞുകൂടി മുകളിൽ എന്താണ് ജലം മാത്രമായിട്ടും അങ്ങനെയൊക്കെ കാണപ്പെടുന്ന മിശ്രിതമാണ് ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നു. ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നു. ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, പ്രസ്താവന രീതിയിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, നോട്ട് ചെയ്യാം. അടുത്ത ഹെഡിങ് ആണ് ലായനികൾ പലതരം. ലീനം, ലായകം, ലായനിയൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ എന്താണെന്ന്. നാം ഉപയോഗിക്കുന്ന പല ലായനികളും ഒരു ഖരപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചവയാണ്. എന്നാൽ എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലല്ല. ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള ലായനികളുമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലുള്ള ലായനികളെന്ന് നമുക്ക് നോക്കാം. ബ്രാസ് അല്ലെങ്കിൽ പിച്ചള, അതിലുൾപ്പെട്ട വസ്തുക്കൾ എന്താ, സിങ്കും കോപ്പറും ആണ് അല്ലേ. ബ്രാസിൽ എന്താണ്, സിങ്കും കോപ്പറിൻ്റെ എന്താണ് ഒരു സങ്കരമാണിത് ബ്രാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിച്ചള. ഇനി സോഡയിൽ എന്തൊക്കെയാണ്, ജലവും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. പിന്നെ ഗ്ലിസറിൻ, വെള്ളത്തിൽ ലയിച്ചത് ഗ്ലിസറിനും ജലവുമാണ് അതിലുൾപ്പെട്ട വസ്തുക്കൾ. പിന്നെ വായുവിൽ എന്താ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലകണികകൾ മുതലായവ. ഇതൊക്കെ ലായനിയിൽ പെടും. അപ്പൊ എന്തായിരുന്നു ലീനം, ലായകം, ലായനി? ലീനം എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു വസ്തുവിൽ ലയിച്ചു ചേരുന്ന ഒരു പദാർത്ഥത്തെയാണ് ലീനം എന്ന് പറയുന്നത്. അപ്പൊ എന്തിലാണോ ലീനം ലയിക്കുന്നത് ആ ഒരു പദാർത്ഥത്തെ പറയുന്നതാണ് ലായകം. ഇനി ഇത് രണ്ടും കൂടി, ലായകവും ലീനവും കൂടി ചേർന്നിട്ടുണ്ടാവുന്നതാണ് ലായനി. അപ്പൊ എന്താണ്, ബ്രാസിൽ സിങ്കും കോപ്പറും ആണ് അതിലുൾപ്പെട്ടത്. അതുപോലെ സോഡയിൽ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചാൽ ഗ്ലിസറിൻ ജലം, അതുപോലെ വായു, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലകണികകൾ മുതലായവ. ഇനി ഒരു ലായനിയിൽ നിന്ന് ലീനവും ലായകവും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയകളാണ് നോക്കുന്നത്. തെളിയൂറ്റൽ. ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലീനത്തെ ലായകത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയിൽ ഉൾപ്പെട്ടാണ് എന്ത്, തെളിയൂറ്റൽ. ഇനി എന്താണ്, അരിക്കൽ. മറ്റൊരു പ്രക്രിയയാണ് അരിക്കൽ. ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. എന്താണ്, ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. ചായ, കോഫി ഇതൊക്കെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. കാരണം അതിലുള്ള ലീനം എന്താണ്, കുറച്ചുകൂടി നമുക്ക് അരിച്ചെടുക്കാൻ പറ്റുന്ന പോലെ വലിപ്പമുള്ളതാണ്. ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളാണ് അരിക്കൽ പ്രക്രിയ ഉപയോഗിക്കുന്നത്. പക്ഷെ ഉപ്പ് ലായനിയിൽ നിന്ന് നമുക്ക് ഉപ്പ് അരിച്ചെടുക്കാൻ കഴിയില്ല അല്ലേ. അതിന് മറ്റൊരു പ്രക്രിയയാണ് യൂസ് ചെയ്യുന്നത്, ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. ഉപ്പിലായനിയിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് ബാഷ്പീകരണം വഴിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 പ്രക്രിയകൾ പഠിച്ചില്ലേ. ഒരു ലായനിയിൽ നിന്നും ലീനവും ലായകവും വേർതിരിക്കുന്ന പ്രക്രിയകളാണൊന്ന് ബാഷ്പീകരണം, അരിക്കൽ, പിന്നെന്താണ്, തെളിയൂറ്റൽ. അപ്പോൾ നമ്മുടെ 9ാമത്തെ ചാപ്റ്ററും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്? തന്മാത്ര എന്താണെന്ന് പഠിച്ചില്ലേ. പിന്നെന്താണ്, പദാർത്ഥങ്ങളെ ശുദ്ധ പദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചു. പിന്നെ മിശ്രിതങ്ങളെ എന്താണ്, ഏകാത്മക മിശ്രിതമുണ്ട്, ഭിന്നാത്മക മിശ്രിതമുണ്ട് അല്ലേ. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി. പിന്നെ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്നും പഠിച്ചില്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ചെറിയ ചാപ്റ്റേഴ്സാണ് ഇത് രണ്ടും. കുറഞ്ഞ പോയിന്റ്സ് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്നും തോന്നുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.